ഹായ്, ഇന്ന് നമ്മളൊരു ഈസി ആയിട്ടുള്ള ഹെയർ വൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ തുടക്കക്കാർക്കൊക്കെ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. നമ്മുടെ കയ്യിലുള്ള ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം അതിന് വേണ്ട സാധനം വെച്ചാൽ ഇഷ്ടമുള്ള കളർ ബീഡ്സും അതുപോലെ ഗിയർ വയറുമാണ് വേണ്ടത്. 4mm എടുക്കാം, 5mm എടുക്കാം, 3mm എടുക്കാം. ഞാൻ 5mm എടുത്ത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയത്തില്ല. ഞാൻ 4mm 3mm വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ചെയ്യുന്നതെന്ന് വെച്ചാൽ 3mm വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ലെങ്തിൽ ആവശ്യത്തിൽ കൂടുതലുള്ള ലെങ്ത്, നല്ല ലെങ്തിൽ എടുക്കുക വയറ്. എന്നിട്ട് അത് നടുവേ തന്നെ മടക്കുക. ഒരേ ലെങ്ത് തുമ്പുകൾ തമ്മിൽ ഒന്നിച്ച് വെച്ച് അതിൻ്റെ നടുവേ നിന്ന് മടക്കിയിട്ട് 3 ബീഡ്സ് അത് കയറ്റി മടക്കിയ നടുവിൻ്റെ അവിടുന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. നന്നായി ട്വിസ്റ്റ് ചെയ്യുക. ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ട്വിസ്റ്റ് ചെയ്താൽ ആ ഗിയർ വയർ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ ചുറ്റി കഴിയുമ്പോൾ തന്നെ ഒരു ഭംഗി വരും, നമുക്ക് കാണുമ്പോൾ തന്നെ അതറിയാം. എന്നിട്ട് ആ രണ്ടും കൂടി ചുറ്റിയതിന് ശേഷം നമുക്ക് ഒരു സൈഡിലെ ഗിയർ വയറും ആവശ്യത്തിനുള്ള ലെങ്ത് ഇട്ടതിന് ശേഷം ഒരു ചെറിയൊരു ഞാൻ മടക്കാറുണ്ട്. അങ്ങനെ ആവശ്യത്തിന് എനിക്ക് എത്രയാണ് ആ പെറ്റൽസിന് നീളം വേണ്ട ആ ഒരു ഇതിലിട്ടിട്ട് ഞാനത് മടക്കി അത് വീണ്ടും 3 ബീഡ്സ് ഇട്ട് മടക്കും. എന്നിട്ട് ഞാൻ വീണ്ടും അതിനിങ്ങനെ ചുറ്റി കൊടുക്കും. നന്നായി ചുറ്റി കൊടുക്കും. ചുറ്റിയതിന് ശേഷം ഈ 2 ഗിയർ വയറും കൂടി താഴേക്കുള്ള സ്റ്റെമ്മ് നമ്മൾ 2 ഗിയർ ആ സ്റ്റെമ്മ് ചെയ്യുന്നത് വെച്ചാൽ 2 ഗിയർ വയറും കൂടി ഒന്നിച്ച് വെച്ച് എനിക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അതിൻ്റെ അവിടെ കൈ കൊണ്ടുവന്ന് വെച്ചിട്ട് അത്രയും വെച്ചിട്ട് ഞാൻ ചുറ്റുക. അല്ലാതെ ചുറ്റിക്കഴിഞ്ഞാൽ എനിക്ക് അത് ഇങ്ങനെ ഫുള്ളായി ചുരുണ്ടു പോകും. താഴോട്ട് ഇങ്ങനെ ലെങ്തിൽ കിടക്കുമല്ലേ, അങ്ങോട്ട് ചുരുണ്ടു പോകും. അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള അത്രയും വരെ വെച്ചിട്ട് ഞാൻ കൈ വെച്ച് ചുറ്റി കൊടുക്കാറുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ വീണ്ടും ഇതുപോലൊരു പെറ്റൽസിൻ്റെ ഇതുപോലെ എടുത്തിട്ട് ആവശ്യത്തിനുള്ള മടക്ക് കൊടുത്തിട്ട് എത്ര പെറ്റൽസിന് ലെങ്ത് വേണോ അത്രയും മടക്ക് ഞാൻ അവിടെ കൊടുക്കും. എന്നിട്ട് അതിങ്ങനെ 3 അതിൻ്റെ തുമ്പത്ത് പിടിച്ച് ചുറ്റും, താഴത്തുനിന്നല്ല തുമ്പത്തുനിന്നാണ്, അതായത് ആ മുത്തിൻ്റെ തുമ്പത്ത് വെച്ച് ചുറ്റി കൊടുക്കും. അങ്ങനെ ചുറ്റുമ്പോഴത്തേക്ക് മുത്ത് നല്ല ടൈറ്റായിട്ട് നിൽക്കും. അല്ല താഴത്ത് പിടിച്ചിങ്ങനെ ചുറ്റുമ്പോൾ നമ്മുടെ കൈക്കാണെങ്കിൽ കയ്യിലത് നിൽക്കത്തില്ല, അതിങ്ങനെ തെന്നി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ചുറ്റുന്നത് വൃത്തി വരാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യും. അതുപോലെ അതുകൊണ്ട് ഞാൻ എപ്പോഴും മേളിൽ നിന്ന് ആ ബീഡ്സ് എവിടെയാണോ വെച്ചിരിക്കുന്നത് അതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് 3 വെച്ച് അതിൻ്റെ മേളിൽ പിടിച്ച് ഇങ്ങനെ തിരിക്കും. എന്നിട്ട് നമ്മൾ താഴെ വരെ ചുറ്റിയെടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റെമ്മ് ചുറ്റിയിട്ട് താഴത്തും നമ്മൾ വയറെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ഈ 2 ഇതും കൂടി സൈഡ് ഒരേ രീതിയിലല്ല നമ്മൾ മടക്കിയത്, അപ്പോൾ ലെഫ്റ്റും റൈറ്റും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചുറ്റുന്നതിനനുസരിച്ച് ഓരോ സൈഡിലത്തെ ലെങ്തുകൾ തമ്മിൽ വ്യത്യാസം വരും. എവിടെയാണോ കൂടുതൽ ലെങ്ത് വരുന്നത് അവിടുത്തെ വയറെടുത്ത് നമ്മൾ അടുത്ത ഫ്ലവറിനുള്ള ചെയ്യണം. അതിപ്പോൾ ലെഫ്റ്റാണ് കൂടുതൽ ലെങ്ത് എങ്കിൽ നമ്മൾ ഈ ചുറ്റി അവിടുത്തെ വയറെടുക്കുക, ആ വയറിൽ കൂടെ തന്നെ ബീഡ്സ് കയറ്റി പെറ്റൽസ് ഉണ്ടാക്കുക. ഇപ്പോൾ റൈറ്റാണ് കൂടുതൽ വയറെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലെ വയറിനായിരിക്കും കൂടുതൽ ലെങ്ത് വരിക. അപ്പോൾ നമ്മൾ വീണ്ടും റൈറ്റ് സൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൂടുതൽ ലെങ്ത് വരും. അങ്ങനെ ലെഫ്റ്റും റൈറ്റും മാറി നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ബീഡ്സുകൾ ചെയ്യുമ്പോഴും ലെഫ്റ്റും റൈറ്റും തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ലെഫ്റ്റിൽ തന്നെ ചെയ്തു, അടുത്ത ബീഡ്സ് പെറ്റൽസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ചെയ്യരുത്, അത് നേരെ റൈറ്റ് സൈഡിലേക്ക് ഓപ്പോസിറ്റ്. വളരെ എളുപ്പത്തിൽ എന്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ വൈനാണത്. ഞാൻ വോയിസ് കൊടുക്കുമ്പോഴത്തേക്ക് വിക്കലും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് പോലും. അതിൻ്റേതായ ഒരുപാട് പോരായ്മ ഈ വീഡിയോയ്ക്ക് ഓൾറെഡി ഉണ്ട്. അപ്പം ഇതിപ്പോൾ നമ്മളോട് ക്ലയൻറ്റ് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ കൂടുതലായും പാർലറുകളിലാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. അവർ നമുക്ക് കളർ കോമ്പിനേഷൻ പറയും, അത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അവർ നമ്മളോട് കളർ പറഞ്ഞു, കോപ്പർ ഷെയ്ഡ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബീഡ്സ് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവർ കളറ് പറഞ്ഞു, അതെടുത്തോളാമെന്ന്. അങ്ങനെ നമ്മൾ എടുത്താണ്. ഇതും വൈറ്റ് കളർ ഒന്നും കൂടിയാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. ഒരേ മോഡൽ തന്നെ കളർ തമ്മിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്.
എന്താ പറയുക, വൈറ്റും കോപ്പറുമാണ് ചെയ്തത്. വൈറ്റിന് കോമ്പിനേഷൻ കൊടുത്ത വയറെന്ന് പറഞ്ഞാൽ ഗോൾഡൻ വയറും കോപ്പറിന് സിൽവർ വയറുമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഓപ്പോസിറ്റ് ചെയ്യുക. എന്നിട്ട് സ്റ്റെമ്മിന് 2 വയറും കൂടി കൂട്ടിപ്പിടിച്ച് ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ കൈക്ക് നല്ല വേദന വരും. അപ്പം കുറച്ചൊക്കെ ഒന്ന് ബ്രേക്ക് എടുക്കുക കൈക്ക് വേദനയുണ്ടെങ്കിൽ. പക്ഷേ 3 mm എടുക്കുന്നതിനായിട്ട് എനിക്ക് ചെയ്യാൻ എളുപ്പം തോന്നിയത് 4 mm നമ്മൾ വൈറ്റ് ചെയ്തിരിക്കുന്ന ഗോൾഡൻ ബീഡ്സിൻ്റെ വെച്ച്, ഗോൾഡൻ വയർ വെച്ച് ചെയ്തിരിക്കുന്ന വൈറ്റ് ബീഡ്സിൻ്റെയും ഗോൾഡൻ വയർ വെച്ച് ചെയ്തിരിക്കുന്ന 4 mm 4 mm കുറച്ചും കൂടി ഒരു ഭംഗി എനിക്ക് തോന്നി. 3 mm ഭംഗി ഇല്ല എന്നല്ല, നല്ല ഭംഗി തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി ഭംഗി ഫീൽ ചെയ്തത് ഗോൾഡൻ വെച്ച് ചെയ്ത 4 mm വയറിനാണ്. എനിക്ക് കുറച്ചും കൂടി ചെയ്യാൻ എളുപ്പവും അത് തന്നെയായിരുന്നു. 3 mm കയ്യിൽ നിന്ന് തെന്നി എനിക്ക് പോകും എപ്പോഴും. പിന്നെ നമ്മളിപ്പോൾ ഇത് ചെയ്തല്ല, ഇങ്ങനെ ഓപ്പോസിറ്റ് ചെയ്തിട്ട് അതൊന്ന് മേളിലേക്ക് പയ്യെ ഒന്ന് വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തിരിച്ചെല്ലാം കഴിഞ്ഞിട്ട് അതൊന്ന് മേളിലേക്ക് വെച്ചൊന്ന് ഷേപ്പ് ചെയ്യണം. പിന്നെ സ്റ്റെമ്മ് വീണ്ടും 2 വയറും കൂടെ ഒന്നിച്ച് വെച്ച് അത് തിരിച്ച് എവിടെയാണോ ലെങ്ത് കുറവ് അവിടെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുക. എനിക്ക് ആ പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് കൈ നോക്കി ആകപ്പാടെ തെന്നി പോവുമായിരുന്നു. ഇവിടെ എല്ലാം തെന്നി പോകുന്നുണ്ട്. അപ്പം ഞാനതൊന്ന് പെറുക്കാനും അങ്ങനെയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇപ്പോൾ ലെഫ്റ്റ് ചെയ്തെങ്കിൽ റൈറ്റ് ചെയ്യുക. നന്നായി ചുരുട്ടി കൊടുക്കുക. ചുരുട്ടൽ ഓവറായി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകുമ്പോൾ പിന്നെ ഭയങ്കര മെനക്കേടാണ്. പിന്നെ നമ്മളിത് എന്താ പറയുക, ജോയിൻ്റ് ചെയ്ത് വീണ്ടും നമ്മളത് ചെയ്യണം. അപ്പോൾ ജോയിൻ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു എന്താ പറയുക, ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതുപോലെ ഒരു മുഴപ്പ് അവിടെ കാണും. മുഴപ്പ് നല്ലൊരു ഫിനിഷിങ് കുറവ് കാണും. ഇപ്പം നമുക്ക് ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തത് നമ്മളിപ്പോൾ എടുത്ത ലെങ്ത് കുറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിനോട്ട് തന്നെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഇതെടുത്ത് നമ്മൾ ജോയിൻ്റ് ചെയ്യും. അപ്പോൾ ഇതേ പ്രശ്നം തന്നെ അവിടെ വരും. ഒരു ഫിനിഷിങ് കുറവ്. എപ്പോഴും നല്ല രീതിയിൽ ലെങ്തിലെടുക്കുക. ഈ ഹെയർ വൈൻ ചെയ്യുമ്പോഴത്തേക്ക് എത്ര ലെങ്തിലെടുക്കാവോ അത്രയും ലെങ്തിലെടുക്കുക വയറ്. കാരണം ജോയിൻ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭംഗി കാണത്തില്ല എന്ന് പറയുന്നില്ല, പക്ഷേ അതിൽ നിന്ന് ഏച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കും എന്നുള്ളത് പോലെ തന്നെ ഏച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കും. ഇവിടെ ഒരു ജോയിൻ്റ് ചെയ്യുന്നതിൻ്റെ അവിടെ ഒരു വൃത്തികേടെന്ന് പറയാൻ പറ്റില്ല. സൂക്ഷിച്ച് നോക്കിയാലൊക്കെ കാണത്തുള്ളൂ, പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ അത് കാണാൻ പറ്റും. അപ്പം നല്ല ലെങ്തിലെടുക്കുക, നടുവേ നിന്ന് മടക്കി കൊടുക്കുക. ഇപ്പോൾ ലെഫ്റ്റാ ചെയ്തെങ്കിൽ റൈറ്റാ ചെയ്തെങ്കിൽ ലെഫ്റ്റ്. സ്റ്റെം എടുക്കുമ്പോൾ 2 വയറും കൂടി കൂട്ടിപ്പിടിച്ച് ട്വിസ്റ്റ് ചെയ്യുക. ആവശ്യത്തിനുള്ള ലെങ്ത് നോക്കിയതിന് ശേഷം ഞാൻ കൈയുടെ തള്ളവിരലോ അല്ലെങ്കിൽ ചൂണ്ടുവിരലോ വെച്ചാവുന്ന എനിക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത് അവിടെ ഞാനത് വെച്ചിട്ടാണ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായി ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗിയർ വയർ പൊട്ടിപ്പോകും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഭംഗി വരുന്നത് അത് വേറൊരു വശം. പക്ഷെ നമ്മളിത് ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ചുരുട്ടുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിൻ്റെ ഒരു ഭംഗി നമുക്കറിയാം. പിന്നെ ചുരുട്ടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ ഞാനെപ്പോഴും മേളിൽ നിന്നാണ് ചുരുട്ടുന്നത്. അതായത് നമ്മൾ ബീഡ്സ് ആയിട്ടെങ്കിൽ ബീഡ്സിൻ്റെ മേളിൽ പിടിച്ച് ചുരുട്ടും. അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 mm ഗിയർ വയർ എൻ്റെ കയ്യിൽ നിന്ന് തെന്നിപ്പോകും എപ്പോഴും. അതുകൊണ്ടാണ്. പിന്നെ അവസാനം വരെ എന്താ പറയുക, ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ലെങ്തിൽ ചുരുട്ടിയിട്ട് ആ ഒരു ലെങ്തിൽ ചുരുട്ടി ഒപ്പത്തിനോടൊപ്പം വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു എന്താ പറയുക, കത്രികയുടെ തുമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ പേന വെച്ചിട്ടോ ഒക്കെ അതിനുള്ളിൽ കൂടെ ഒരു ഹോൾ ഉണ്ടാക്കുക. അത് എന്നാന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് അത് തിരിച്ച് ഉണ്ടാക്കാമെങ്കിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ എന്താ പറയുക, നമ്മുടെ മുല്ലപ്പൂ സ്ലൈഡില്ലേ അത് വെച്ചിട്ടൊന്ന് ഇതാക്കി അതെനിക്ക് അത്ര തൃപ്തിയായില്ല. അപ്പോൾ ഞാൻ കത്രികയുടെ ഒരു സൈഡ് വെച്ചിട്ട് ചെയ്തു. ഇതാ നമ്മൾ ചെയ്തിട്ടുള്ള ഗിയർ വയർ വെച്ച് ചെയ്തിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹെയർ വൈനാണ്. വളരെ എളുപ്പത്തിൽ തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിച്ചു തന്നത്. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, തുടക്കമാണ് എനിക്ക്, അതായത് ഞാനൊരു വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പോരായ്മ ഈ വീഡിയോയ്ക്കുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ 4 mm 3 mm വെച്ച് ചെയ്ത 2
ഇതാണ് അവർ പറഞ്ഞ 2 കളറുകൾ, വൈറ്റും കോപ്പറും. നമ്മുടെ കയ്യിലുള്ളത് കാണിച്ചു കൊടുത്തു, അവർക്ക് ഇഷ്ടപ്പെട്ട അവർ പറഞ്ഞു തന്നു. അങ്ങനെ ചെയ്യും. ഈ ബീഡ്സിൻ്റെ സൈസ് എനിക്കറിയത്തില്ല, കാരണം ഞാൻ നോക്കി ക്രാഫ്റ്റ് കടയിൽ പോയി മേടിക്കുന്നു, അതിൻ്റെ സൈസ് എനിക്ക്